ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ വീഡിയോ ആയിട്ട് തന്നെയാണ്. എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ടിപ്സ് ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ഇതാ കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള കുപ്പികളൊക്കെ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാവും അല്ലെ. അപ്പോൾ ഈ ഒരു കുപ്പിയൊക്കെ കിട്ടിയാൽ ആരെയും കളയേണ്ട, നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു കുപ്പി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ അതിന്റെ സ്റ്റിക്കർ ഒന്ന് ഇളക്കി മാറ്റുകയാണ്. നമുക്ക് ഈ ഒരു കുപ്പിയുടെ താഴ്ഭാഗവും പിന്നെ അതുപോലെ തന്നെ മുകൾ ഭാഗവുമാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പൊ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഞാൻ ഇത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് മുകൾ ഭാഗത്ത് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇത് രണ്ട് സൈഡും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ എന്താ രണ്ട് ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുപ്പിയുടെ വായ്ഭാഗത്തിന് മുകളിലായിട്ട് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കണം. ഈ ഒരു വലിപ്പത്തിൽ 4 or 5 ഹോൾ വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് കൂർത്ത കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ സോൾഡറിംഗ് മെഷീനോ അല്ലെങ്കിൽ പപ്പടക്കോലൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ റൗണ്ടിലൊന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പൊ ഞാൻ കട്ടർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ 4 ഹോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കുപ്പിയുടെ രണ്ട് ഭാഗങ്ങളും നമുക്കൊന്ന് ചേർത്ത് വെച്ചു കൊടുക്കാം. ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ടൈറ്റ് ആക്കിയിട്ട് ഒന്ന് വെച്ചു കൊടുത്താൽ മതി. ഇനി ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ബ്രഷ് ഒക്കെ ഇട്ട് വെക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്ത ഓരോ ഹോളിൽ കൂടി നമുക്ക് ഓരോ ബ്രഷ് ആയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതിലിട്ട് കൊടുത്ത ഹോളുകൾ തമ്മിൽ അത്യാവശ്യം ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബ്രഷ് തമ്മിൽ ടച്ച് ചെയ്യുമെന്നുള്ള പേടിയും വേണ്ട. അപ്പൊ നമുക്ക് ഒരു പൈസ ചെലവില്ലാതെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രഷ് ഹോൾഡർ ആണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ കാർഡ്ബോർഡിന്റെ പീസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റൗണ്ട് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ഉൾഭാഗം ആവശ്യമില്ല, ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതി. പിന്നെ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്യുന്ന ഭാഗത്തിന്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയോ എന്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി, അതുകൊണ്ടാണ് ഇതിന്റെ കൂടെ ചേർക്കാഞ്ഞത് കേട്ടോ. പിന്നെ ഈ ഒരു സൈസ് എന്ന് പറയുന്നത് എന്റെ കയ്യിലുള്ള ഒരു പ്ലേറ്റിന്റെ സൈസ് ആയിരുന്നു. ആ ഒരു പ്ലേറ്റിന്റെ അളവിലൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഞാൻ ഈ കട്ട് ചെയ്തെടുത്ത രണ്ട് കാർഡ്ബോർഡ് പീസും ഒരേ അളവിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലെ ഐസ്ക്രീം സ്റ്റിക്ക് ആണ്. ഇനി ഈ ഒരു രണ്ട് കാർഡ്ബോർഡ് പീസ് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് ചുറ്റുമായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് നിൽക്കാനായിട്ട് നമുക്ക് അവിടെ എവിടെയായിട്ട് ആദ്യം ഐസ്ക്രീം സ്റ്റിക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ നേരം ഇതുപോലെ പിടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് ആദ്യം ഒന്ന് ഐസ്ക്രീം സ്റ്റിക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പൊ ഞാൻ ഇത് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഐസ്ക്രീം സ്റ്റിക്ക് ഒക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നോക്കി ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഒക്കെ ഒട്ടിച്ചെടുക്കാനായിട്ട് നമുക്ക് ഗ്ലൂ ഗൺ തന്നെയാണ് നല്ലത്. സാധാരണ നമ്മൾ വൈറ്റ് ഗ്ലൂ ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ കുറെ നേരം എടുക്കും. അപ്പോൾ ഈ ഒരു ഗ്ലൂ ഗൺ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു റൗണ്ട് മൊത്തത്തിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയൊരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം ആണ് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പെയിന്റ് അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ പെയിന്റ് ഒന്നും അടിച്ചു കൊടുക്കുന്നില്ല, ഈ ഒരു രീതിയിൽ തന്നെ വെക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് ആണ്. ഇതുപോലെ നീളത്തിലുള്ള ഒരു കാർഡ്ബോർഡ് പീസ് ആണ് കേട്ടോ വേണ്ടത്. ഇനി ഇതൊന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ബാംബു സ്റ്റിക്ക് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബാംബു സ്റ്റിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒട്ടിച്ച പോലുള്ള ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടാവുമല്ലോ, ആ ഒരു ഐസ്ക്രീം സ്റ്റിക്കിന്റെ രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുത്താലും മതി. ഇനി നമുക്ക് കാർഡ്ബോർഡ് പീസിന്റെ മുകളിലായിട്ട് ബാംബു സ്റ്റിക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ബാംബു സ്റ്റിക്കിന്റെ മുകളിലത്തെ ഭാഗം, അതായത് കൂർത്ത ഒരറ്റം ഉണ്ടായിരുന്നു, ആ ഒരറ്റം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയതാണ് കേട്ടോ. ഇപ്പൊ ഞാൻ ഈ ഒരു ബാംബു സ്റ്റിക്ക് വെച്ചിട്ട് കാർഡ്ബോർഡ് പീസ് മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കട്ട് പീസ് ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു ഭാഗം നമുക്ക് കാണില്ല. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ ഒട്ടിച്ചെടുത്ത ആ ഒരു റൗണ്ട് ഭാഗം എടുത്തതിന് ശേഷം നമുക്ക് ഐസ്ക്രീം സ്റ്റിക്കിന്റെ ഇടയിലൂടെ ആയിട്ട് ഈ ഒരു ഭാഗം നമുക്ക് ഉള്ളിലോട്ട് കയറ്റി വെച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇത് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിക്ക് ഒന്ന് ഇളക്കി മാറ്റിയാൽ മതി കേട്ടോ. അതായത് നമ്മൾ ഒട്ടിച്ചു കൊടുത്ത ഐസ്ക്രീം സ്റ്റിക്ക് ഇടില്ല, ആ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഇളക്കി മാറ്റിയിട്ട് ഒന്ന് വീണ്ടും ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ആ ഒരു ഗ്യാപ്പ് കണക്കാക്കിയതിന് ശേഷം ഒന്ന് വീണ്ടും അതിന്റെ മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പൊ ഇത് നമുക്ക് നല്ലൊരു വാൾ ഷെൽഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ചുമലിലായിട്ട് തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ കയ്യിലെ ഡെക്കോർ ഐറ്റംസ് ഒക്കെ വെച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഇതുപോലെ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഡെക്കോർ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
ഇതുപോലുള്ള ഷെൽഫൊക്കെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ കാർഡ്ബോർഡ് പീസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു കാർഡ്ബോർഡ് പീസ് നമുക്ക് റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ റൗണ്ട് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു റൗണ്ട് കൂടി ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് രണ്ടും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് അടുത്ത റൗണ്ട് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ രണ്ട് റൗണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലൊരു കാർഡ്ബോർഡ് ബേസ് ആണ്. ഇത് നമ്മുടെ അലൂമിനിയം ഫോയിലും പിന്നെ അതുപോലെ തന്നെ ബട്ടർ പേപ്പറൊക്കെ റോൾ ചെയ്ത് വരുന്ന ഒരു ബേസ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ബേസ് ആണ് നമുക്ക് ഇനി ആവശ്യമുള്ളത്. ഇനി ഞാൻ ഈ ഒരു കാർഡ്ബോർഡ് റോളിനെ ഈ ഒരു പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു രണ്ട് സൈഡിൽ വരുന്ന എക്സ്ട്രാ വരുന്ന ഭാഗം ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഉൾഭാഗത്തേക്ക് കടത്തി വെച്ചു കൊടുക്കാം. അങ്ങനെ ഈ ഒരു കാർഡ്ബോർഡ് റോൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച റൗണ്ട് ഷേപ്പിലുള്ള കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് റോളിന്റെ അടിയിലായിട്ട് ഇതുപോലെ ഗ്ലൂ ഗൺ ഒന്ന് അപ്ലൈ ചെയ്ത ശേഷം ഈ ഒരു കാർഡ്ബോർഡ് പീസിന്റെ മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഇത് നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലൊരു ബാങ്കിൾ ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള വളകളൊക്കെ നമുക്ക് ഇതിലോട്ടിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വളകളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുകയും ചെയ്യും. മാത്രമല്ല വളകളൊന്നും ചീത്തയായി പോകുന്നുള്ള പേടിയും വേണ്ട. അപ്പൊ ഇതുപോലുള്ള കാർഡ്ബോർഡ് ബേസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചാനലും ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.